എല്ലാവർക്കും നമസ്കാരം. തിരുവണ്ണാമലൈ സിദ്ധ പരമ്പരയുടെ ഒരു മണ്ണ്. ശിവ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു തത്വം മാത്രമല്ല, ഒരു വിശ്വാസമല്ല, ഉയർന്നൊരു അനുഭവ തലമാണ് എപ്പോഴും തിരുവണ്ണാമല എന്ന് പറയുന്ന ഈ ഒരു ക്ഷേത്രത്തിൽ ഉണ്ടാവുന്നത്. എപ്പോഴും പ്രാണൻ, നമുക്കറിയാം, ഏഴാം ചക്രത്തിലൂടെ പുറത്തേക്ക് കടക്കുമ്പോൾ മാത്രമേ ആ ശുദ്ധബോധമായിട്ട് ലയനം ചെയ്യുകയുള്ളൂ എന്നുള്ളത്. ഇവിടെയുള്ള സിദ്ധന്മാരുടെ ഈ ഒരു പ്രാണനായ രമണ മഹർഷിയുടെ പോലും ആ സ്പന്ദനം വളരെ വലുതാണ് ഈ ഒരു മണ്ണിൽ. രമണ മഹർഷി പണ്ട് അദ്ദേഹത്തിൻ്റെ അരികിൽ വരുന്നവരോടൊക്കെ ചോദിക്കും, ഹൂ അമ്മായി. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ആരെങ്കിലും ചോദ്യം ചോദിക്കുമ്പോൾ ഇത് എവിടെ നിന്ന് വന്നെന്ന് ചോദിക്കും. അപ്പോൾ അദ്ദേഹം പറയും, എൻ്റെ മനസ്സിൽ നിന്നാണ് വന്നതെന്ന്. അപ്പോൾ രമണ മഹർഷി ചോദിക്കും, അപ്പം നീ ആരാന്ന് ചോദിക്കും. ഞാനെന്നുള്ള ഉത്തരം വളരെ പ്രശസ്തമായൊരു ചോദ്യമാണ് ഭാരതീയ ചിന്തകളിൽ. അതാണ് മോക്ഷത്തിലേക്ക് നയിക്കുന്നത്. നമ്മുടെ ആദ്യ തുടക്കമാണത്. ആത്മാവിനെ സ്പന്ദിക്കുന്ന ഓരോരുത്തർക്കും അറിയാൻ പറ്റും ഈ ആത്മാവിൻ്റെ റിയലായിട്ടുള്ള സെൽഫ് എന്താന്നുള്ളത്. എല്ലാ ഹ്യൂമൻ്റെയും ലക്ഷ്യമെന്ന് പറയുന്നത് ആത്മീയ സാക്ഷാത്കാരമാണ്, എൻലൈറ്റ്മെൻ്റ് ആണ്. അപ്പം സിദ്ധ പരമ്പരയുടെയും അവധൂതന്മാരുടെയും മണ്ണാണ് ഈ ഒരു ക്ഷേത്രം. ഈ ഒരു ക്ഷേത്രത്തിൽ പല രീതിയിലുള്ള അവധൂതന്മാരും പ്രത്യക്ഷത്തിൽ ഇരിപ്പുണ്ട്. അവധൂതരെ കാണുമ്പോൾ നമുക്ക് ഒരു മനസ്സിലാക്കില്ല, അവർ നമ്മുടെ ഒരിക്കലും പിടിതരുകയില്ല. ശിവൻ്റെ ഏറ്റവും ഉയർന്ന ഒരു മാനിഫെസ്റ്റേഷനാണ് അവധൂതരെന്ന് പറയുന്നത്. അവരുടെ അത്രയും ആനന്ദം അനുഭവിക്കുന്നത് ആരും തന്നെ ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എന്തൊക്കെയാണോ ശരിയെന്ന് കണ്ടുവച്ചിരിക്കുന്നത്, നമ്മുടെ ബൗണ്ടറീസിന് എല്ലാം അപ്പുറമാണ് നമ്മുടെ ശരികൾ മുഴുവനും. നമ്മുടെ കുടുംബമോ നമ്മുടെ ഫ്രണ്ട്സോ നമ്മുടെ ഒന്നും തന്നെ ട്രൂത്ത് അല്ല. ശരിക്കുമുള്ള ട്രൂത്ത് എന്താണെന്ന് അത് പൂർണ്ണമായിട്ടും അനുഭവിച്ചുകൊണ്ട് നിലനിൽക്കുന്ന കുറേ ആൾക്കാരാണ് അവധൂതന്മാരെന്ന് പറയുന്നത്. അവർ ആനന്ദം, നമുക്ക് ബോധമില്ല, അവർക്ക് ശുദ്ധമായ ബോധമുണ്ട്. നമുക്ക് നമ്മുടെ ഭാവി എന്താണെന്നോ നമ്മുടെ ഏത് കർമ്മമാണ് നമ്മളെ അലട്ടുന്നതെന്നോ ഒന്നും തന്നെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മളെ കാണുമ്പം തന്നെ അവർക്ക് ആ ഒരു ബോധം കത്തും. അതൊരു തരത്തിലെ, എന്നാൽ അവർ പറഞ്ഞു നടക്കുവാനും പോകുന്നില്ല. അവരാ മയത്തിൽ അല്ലെ ശിവൻ്റെ ആനന്ദത്തിൽ ലയനം ചെയ്തിരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ശിവനെന്ന് പറയുന്നത് ശിവാനന്ദ ലഹരി എന്നാണ് പറയുന്നത്. ശുദ്ധബോധം, ശൂന്യാവസ്ഥ, പരമാനന്ദം ആണ് ശിവനെന്ന് പറയുന്നത്. ഒരാൾ ശിവനെ ജീവിതത്തിൽ സ്പർശിച്ചാൽ പിന്നെ ആ ശൂന്യതയിൽ നിന്നും ആ ലഹരിയിൽ നിന്നും വിട്ടുമാറുകയില്ല. ആനന്ദവും ശുദ്ധബോധവുമാണ് ആത്മമുക്തിയിലേക്ക് വഴിനയിക്കുന്നത്. അതിനാണ് ശിവൻ്റെ മാർഗം എല്ലാം തന്നെ. രമണ ഭഗവാൻ ഈ ഒരു മണ്ണിൽ നിന്ന് ഈശ്വരീയ സാക്ഷാത്കാരം നേടുമ്പോഴും അദ്ദേഹത്തിൻ്റെ സ്പന്ദനമുള്ള ഈ ഭൂമിയിൽ, സമാധിയുടെ ഊർജമുള്ള മണ്ണിൽ, ഞാൻ പറയുന്നത് പോലെ അഗ്നിയെ, നട്ടലിനെ അഗ്നിയോളം ജ്വലിപ്പിച്ചുകൊണ്ട് സാധനയിൽ കടന്നു പോകുമ്പം, പ്രാണൻ മുകളിലോട്ട് ഉയരുമ്പം, പ്രത്യാഹാര എന്ന് പറയുന്ന അവസ്ഥയിൽ 5 പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ നിങ്ങൾ എവിടെ വന്നിരിക്കുന്നോ അവിടെ നിങ്ങൾക്ക് എന്താണ് എക്സ്റ്റസി എന്നുള്ളത് ഫീൽ ചെയ്യും. ഒരു തവണ എക്സ്റ്റസിയുടെ മധുരം അറിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുവരവില്ല. പിന്നെ നിങ്ങൾ ആ ഒരു പാതയിൽ ഇറങ്ങിക്കഴിഞ്ഞു നിങ്ങൾക്കറിയാം നിങ്ങളുടെ സെൽഫ് എന്താണെന്നുള്ളത്. ഒരു വ്യക്തി സ്വന്തം വ്യക്തിത്വത്തിനെ മനസ്സിലാക്കിയാൽ, എന്താണ് എൻ്റെ ഘടനയെന്ന് മനസ്സിലാക്കിയാൽ, പിന്നെ അവിടെ ആയിരിക്കും നിങ്ങളുടെ ആനന്ദം. ചിലർ പറയാറുണ്ട്, ഗുരുജി ഹയർ സെൽഫിലേക്ക് പോയി കഴിഞ്ഞാൽ അത് പ്രശ്നമാവില്ല എന്ന്. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി നിങ്ങളെ ചിലപ്പോൾ മടുപ്പിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ആ പ്രവൃത്തിയിൽ പോലും നിങ്ങൾക്ക് ആനന്ദം കൊള്ളാൻ സാധിക്കുന്ന ഒരു ക്രമീകരണമായിരിക്കും നിങ്ങളുടെ ഹയർ കോൺഷ്യസ് എന്ന് പറയുന്നത്. നിങ്ങൾ എല്ലാ ദിവസവും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വഴിയിൽ
നിങ്ങൾ നിരന്തരം പോകുമ്പോൾ നിങ്ങൾക്ക് മടുപ്പാണ് ഉണ്ടാവുന്നത്. ആ ഒരു മടുപ്പിനെ നിങ്ങൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ക്രമീകരിച്ചുകൊണ്ടുള്ള രീതിയിൽ സാധന ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ എല്ലാം പുത്തനായിട്ടേ തോന്നുള്ളൂ. ഈ പ്രപഞ്ചം മുഴുവനും, ഈ മദർ ഓഫ് നേച്ചർ മുഴുവനും നിങ്ങൾക്ക് ഒരു പുതിയതായിട്ടേ തോന്നുള്ളൂ. ഇവിടെ എല്ലാത്തിലും നിങ്ങൾ ഇൻവോൾവ് ആയിരിക്കും. ഇവിടെ ഉള്ളതിനൊന്നിനും നിങ്ങളെ ഇറിറ്റേറ്റഡ് ചെയ്യാൻ പറ്റില്ല, ഒന്നിനും ഇറിറ്റേഷനും ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ നിങ്ങളുടെ സോളും നിങ്ങളുടെ മൈൻഡും ബോഡിയും ഒരൊറ്റ മാർഗത്തിലേക്ക് സഞ്ചരിക്കും. അവിടെ ഈ ലൈഫിൻ്റെ ട്രൂത്തിൽ നമ്മൾ നിലകൊള്ളുന്നുള്ളൂ. സൃഷ്ടാവിൻ്റെ സൃഷ്ടി ഏറ്റവും മനോഹരമാണ്. ഈ സൃഷ്ടിയുടെ അത്രയും വേറൊരു നല്ല സൃഷ്ടിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. ഈ സൃഷ്ടിയിൽ ഇരുന്നുകൊണ്ട് ആ സൂര്യപ്രകാശമാവുന്ന നമ്മുടെ ബോധത്തെ ഉണർത്തിക്കൊണ്ട് ആ ബോധത്തിൽ ലയനം ചെയ്യുക, ശിവാനന്ദ ലഹരിയിൽ ലയനം ചെയ്യുക. തിരുവണ്ണാമല എന്ന് പറയുന്ന ഈ സിദ്ധ മണ്ണ്, അവധൂത മണ്ണ്, ശിവൻ പ്രത്യക്ഷമുള്ള മണ്ണ്, ഇവിടെ വന്ന് ആ ശിവാനന്ദ ലഹരിയെ സാധന ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ, സാധനയിൽ ഒരു തവണ സാധന പാതയിൽ മുന്നോട്ട് പോകുന്നവർ ഒരു തവണയെങ്കിലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ആ ഒരു ഊർജമാണ്. ഈ ലഹരിയെ ആനന്ദിച്ചറിയുക. എല്ലാവർക്കും നമസ്കാരം.